ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നേക്കുന്ന സ്ഥലം അബുദാബി ദുബായ്ക്കാർക്കെല്ലാം സുപരിചിതമായ ഒരു സ്ഥലമാണ്. അതെ, നമ്മുടെ ഷെയ്ഖ് സയദ് ഫെസ്റ്റിവലിലേക്കാണ്. അപ്പോൾ ഇവിടെ വരാൻ ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ ദുബായിൽ കഴിഞ്ഞ വർഷം, അല്ല കഴിഞ്ഞതിന് മുന്നത്തെ വർഷം വന്ന സമയത്ത്, അതായത് 2023 വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം പോയ സ്ഥലമാണ് ഷെയ്ഖ് സയദ് ഫെസ്റ്റിവൽ. അതായത് വന്ന് അന്ന് രാത്രി തന്നെ വിട്ട് കാണാൻ പോയ സ്ഥലമാണ് ഇവിടെ. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് വന്നതിന്റെ ഓർമ്മ പുതുക്കൽ ഇന്നും കൂടി നടത്തിയിരിക്കുകയാണ്. അപ്പോ അന്ന് ഞാൻ വന്നപ്പോ നാഷണൽ ഡേ ആയിരുന്നു. അപ്പൊ അവരുടെ കുറെ സംഭവങ്ങള്, അന്നുണ്ടായിരുന്ന കുറെ കാര്യങ്ങള് ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ വെടിക്കെട്ട് വരെ കണ്ടിട്ടാണ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പൊ ഇന്ന് അതിന്റെ ഓർമ്മ പുതുക്കൽ എന്ന രീതിയിൽ എല്ലാം ഒന്ന് കണ്ടു പോവാം എന്ന് കരുതി. അപ്പൊ ഞങ്ങൾ രണ്ടാമത് ഇവിടെ വന്നപ്പോ അന്ന് കണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ ഓരോ കൺട്രീസിലും കേറി ഓരോന്ന് കാണുക. എൻ്റെ ഒരു ഹോബിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണത്. എന്തൊക്കെയാണ് ഓരോ കൺട്രീസിലെ പ്രത്യേകതകള്. പണ്ട് ജോഗ്രഫിയുടെ ബുക്കൊക്കെ തുറന്നു നോക്കുന്ന പോലെ ഉണ്ടാവും. എന്നാലും സാരില്ല. ഞാൻ ഇരുന്ന് നോക്കും എന്തൊക്കെയാണ് പ്രത്യേകതകൾ, എന്തൊക്കെയാണ്. പിന്നെ ഇത് അവിടെ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ്സ് ആണ് കേട്ടോ. ഇത് അവരുടേതായ എന്തോ ഒരു ഹൽവയാണ്. പക്ഷെ അതിന്റെ മണമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അരവണയുടെ ഒക്കെ ഒരു മണം പോലെ ഉണ്ടായിരുന്നു. അരവണയാണോന്ന് പോലും ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിരുന്നു. പറഞ്ഞ അരവണയല്ല, വേറെന്തോ ഒരു ഹൽവയാണെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ സ്പൈസസും അവരുടേതായ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. ഗ്ലോബൽ വില്ലേജിൽ ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഓരോന്നും കാണാനുണ്ടാവും. ഞാനിത് ഇങ്ങനെ കാണും. അതിന്റെ ഇടയ്ക്ക് സൈക്കിൾ ഓടിച്ചിട്ട് കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇനി സൈക്കിൾ ഷോ വല്ലതും ഇവിടെ നടക്കാനുണ്ടോ? അപ്പൊ അതല്ല, അവിടെ എന്തോ ഒരു ഡാൻസ് നടക്കാണ്. അങ്ങനെ കുറെ ചേച്ചിമാര് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരുടെ പാവാട കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കായിരുന്നു. അവൻ പറഞ്ഞു സൈഡ് കൊടുക്കൂ, സൈഡ് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ സൈഡിലേക്ക് ഒതുങ്ങി. അങ്ങനെ ചേച്ചിമാരുടെ ഡാൻസ് ഒക്കെ കണ്ടു. പിന്നെ കുഞ്ഞു പിള്ളേരുണ്ട്. ഞാൻ പറഞ്ഞു അവരുടെ ഡാൻസും കൂടി ഉണ്ട്. അപ്പൊ അവരതിന്റെ അടുത്തോട്ട് പോകുന്ന ആൾക്കാരാട്ടോ. പിന്നെ ഇവരുടെ ഡാൻസ് ഒക്കെ ഇങ്ങനെ കണ്ടു. ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിനൊക്കെ വരുമ്പോ റോട്ടുമ്മൽ ഇങ്ങനെ പരിപാടികൾ ഉണ്ടാവാറില്ലേ? ശരിക്കും അതേപോലെയാണ് എനിക്കിന്ന് തോന്നിയത്. അതിന്റെ ബാക്കില് ജീപ്പില് ശിവനും പാർവതിയും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വരുന്ന പോലെ ഇവര് ഇതേപോലെ കാറില് ആൾക്കാർ ഓടിച്ചിട്ടും, അല്ല ആൾക്കാർ ഓടിച്ചിട്ടല്ല കേട്ടോ. ആൾക്കാരുടെ മുമ്പില് വണ്ടി ഓടിച്ചിട്ടും അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ എന്തൊക്കെയോ ഗിറ്റാർ വായിക്കലും വയലിൻ വായിക്കലും ചേട്ടന്മാരുടെ ഡാൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിത് ശരിക്കും കണ്ടപ്പോ ഞാൻ പറഞ്ഞു നമ്മള് അവരെ ഉത്സവത്തിനൊക്കെ ഇതേപോലെ വരുത്തില്ലേ അതേപോലെ തോന്നുന്നുണ്ടല്ലേ. അന്നേരം പറഞ്ഞു അതല്ല ഇത് വേറെ. ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് അതേപോലെ തോന്നിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അവര് ഞങ്ങളോട് ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഹായ് 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 അങ്ങനെ പറഞ്ഞു വിട്ടു. ആ കൈ എന്റേതാണ് കേട്ടോ. എന്നോട് പറഞ്ഞു നീ എന്തീ കാണിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കങ്ങനൊന്നുമില്ല. എന്നോട് ഹായ് പറഞ്ഞു ഞാൻ ഏതാളായാലും ഹായ് പറയും. അങ്ങനെ അവരോട് ഹായ് പറഞ്ഞു. എന്ത് ചെയ്യാനാ, എന്നെ പണ്ടേ ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യും. അങ്ങനെ പിന്നെ കുറെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വണ്ടികൾ പോകുന്നുണ്ട്. അതൊക്കെ കണ്ട് ഞാൻ നിന്നു. പിന്നെ ഗിറ്റാർ വായിക്കുന്ന ചേട്ടൻ അതിനെയും കണ്ട് നിന്നു. അത് കാണിച്ചപ്പോ പിന്നെ വലിയൊരു ബൊക്കയും കൊണ്ട് ആരോ പോന്നുണ്ടായിരുന്നു. അതും നോക്കി നിന്നു. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ബോറടിക്കുന്നില്ലേ എന്നൊരവസ്ഥ എനിക്ക് എന്നോട് തന്നെ തോന്നി. പിന്നെ ഞാൻ അവിടെ കിടന്ന് കരളായി. പോവാ, പോവാ, പോവാ. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു പോവാ ആയിഷ് കാറ് നോക്കൂ. അങ്ങനെ ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു എന്നാ ശരി നമുക്ക് പോവാം. അങ്ങനെ അവിടുന്ന് ഞങ്ങള് പിന്നെയും യാത്ര തിരിച്ചു. പിന്നെയും രാജ്യങ്ങൾ കേറി ഇറങ്ങി ഓരോന്നും കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിൽ മാത്രം കാണാൻ എന്താ? ഇങ്ങനെ തന്നെ ഡ്രസ്സുകളും സ്പൈസസും. പിന്നെ ഇത് ഒരാഴ്ചയാണ് അവിടുത്തെ ചേട്ടന്മാര് ധരിക്കുകയാണ്. അങ്ങനെ അവരുടെ കോസ്റ്റ്യൂമാണത്. അവരുടെ രാജ്യത്തിന്റെ കോസ്റ്റ്യൂമാണത്. അങ്ങനെ അതൊക്കെ കണ്ടു. ഡാൻസ് കോസ്റ്റ്യൂം ഒന്നുമില്ല. പിന്നെ അവിടെ പണ്ടുണ്ടായിരുന്ന ആയുധങ്ങളും വസ്ത്രങ്ങളും അതേപോലെ തന്നെ ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കെ. എനിക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്ക് ഇത് തന്നെയായിരുന്നു ജോലി. അവിടെ ഒന്നും അറിയാതെ മുന്നിൽ പോകുന്ന ഒരാളെ കണ്ടില്ലേ അതായിരുന്നു എന്റെ പുരുഷൻ, അതായത് മൈ ഹസ്ബൻഡ്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഈ സ്ഥലത്തെപ്പോ നിങ്ങളെ മനസ്സിലായിട്ടുണ്ടായത് ഏതാ സംഭവം? നമ്മൾ ഈജിപ്റ്റാണ്. മമ്മിയെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എവിടെ എത്തി? അപ്പം പിന്നെ അവിടത്തെയുള്ള പഴയ എന്താ പറയാ പഴയ എന്തൊക്കെയോ പാത്രങ്ങളൊക്കെയാണ്. ഇതൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ വായ വഴങ്ങണ്ടേ. അങ്ങനെ അതൊക്കെ കണ്ടു. ഡ്രസ്സുകള് കണ്ടു. സ്ഥലങ്ങൾ കണ്ടു. പിന്നെ ഇതേതോ ചിമ്പാൻസി ഡാൻസ് ആണ്. അവരുടെ നാട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കും. നമുക്കറിയില്ലല്ലോ. നമ്മളെ നാട്ടിൽ ഈ ഭരതനാട്യമൊക്കെ ഉള്ള പോലെ
അവരുടെ നാട്ടില് എന്തോ ഒരു സ്പെഷ്യൽ സോങ്ങൊക്കെ വെച്ച് കുരങ്ങ് ഡാൻസ് കണ്ടു. അല്ല ചിമ്പാൻസി ഡാൻസ് കണ്ടു. അങ്ങനെ ഈ ചിമ്പാൻസി അവിടുന്ന് ഡാൻസ് കളിക്കുന്നു. ഇത് താഴേക്ക് ഇറങ്ങി വരുന്നു.